നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് നേരിയ ബോധം വന്നപ്പോൾ ഞാൻ ആ അമ്പല പരിസരത്ത് കിടക്കുമായിരുന്നു. കുറേ നേരം താൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കാത്തിരുന്നു. പിന്നെ കാണാതായപ്പോൾ ഞാൻ തന്നെ തിരക്കിറങ്ങി. വഴി എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും ഞാനങ്ങ് കുഴഞ്ഞു വീണു. അതിവിടെയായിരുന്നു. പിന്നീട് താനിപ്പോൾ എൻ്റെ കൺമുമ്പിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ബോധം വീണത്. സംഭവിച്ചതൊക്കെ ഒരു മായായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ കടൽക്കരയിൽ വന്നിട്ടില്ല. ഇന്നലെ ഞാൻ വരുണിനെ കണ്ടിട്ടുമില്ല. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ മരണത്തിന് കൈപിടിച്ച് കയറ്റാൻ തനിക്ക് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അതായിരിക്കും സംഭവിച്ചത്. എന്തിനാ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്? ജീവിച്ചിട്ടെന്തിനാ? എന്നും വേദനിക്കാനും എന്നെ ഓർത്ത് ദുഃഖിക്കാനും. എന്നെ ഓർത്ത് എന്തിനു ദുഃഖിക്കണം? വരുണിനെ സ്നേഹിക്കുന്നവർ ഒരുപാടുണ്ടല്ലോ. നീ മറ്റൊരാളെ സ്നേഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ വിവാഹം കഴിക്കാൻ പോകുന്നു പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റും. എന്റെ പ്രതീക്ഷകൾ നീ മാത്രമാണ്. താൻ കൂടിയില്ലാതെ എനിക്ക് പറ്റില്ല. ഇന്നലെ ഒരു രാത്രി വരുണിനെ കാണാനില്ലാത്തതുകൊണ്ട് എന്തൊക്കെയാ സംഭവിച്ചെന്നറിയോ? വരുൺ അച്ഛൻ ഹോസ്പിറ്റലില. അച്ഛൻ ഹോസ്പിറ്റലിലോ? അച്ഛന്റെ നില വളരെ സീരിയസാ. വരുണിനെ കാണണമെന്ന് മാത്രം അച്ഛൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരുൺ തിരിച്ചെത്തിയാല് അച്ഛന്റെ അസുഖം ഭേദമാണെന്ന് ഡോക്ടർമാര് പറഞ്ഞു. വരുൺ ഞാനത് കേട്ടതാ. ഞാൻ കള്ളം പറയുന്നതല്ല. അച്ഛൻ്റെ അടുത്ത് അമ്മയുണ്ട് ഇപ്പൊ. അമ്മ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. വരുൺ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. അച്ഛനെ രക്ഷിക്കണ്ടേ? പോകാം, അച്ഛൻ്റെ അടുത്ത് പോവാം. ക്ഷേത്രത്തിലെ പ്രസാദ. ഈ പ്രസാദം നെറ്റിയിലിട്ടതിന് ശേഷം വരുൺ കണ്ണു തുറന്നത്. അച്ഛന്റെ നെറ്റിയില് ഇത് ചാർത്തി കൊടുക്കണം. അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം. പക്ഷെ വേറൊന്നിപ്പോ സംസാരിക്കരുത്. ഒരു മകന്റെ കടമയെ കുറിച്ച് മാത്രം ചിന്തിക്കുക. പെട്ടെന്ന് പോവാൻ നോക്ക്. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ പോവാ. ചെല്ല. രാധിക, രാധിക, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.